കോമഡി ഉത്സവത്തിൽ ഇനി അടുത്തത് ഒറ്റയാൾ പ്രകടനം. ഒറ്റയാൾ പ്രകടനത്തിന് വരുന്നതും നമ്മുടെ വെടിക്കെട്ടിലൂടെ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കോമഡി ഉത്സവത്തിന്റെ സ്വന്തം വിപിൻ ഉള്ളൂർ. എല്ലാരും വിപിനെ കാണണതേ പ്രിൻസിപ്പളെ കണ്ടിട്ട് പോണല്ലോ കാലത്ത്. ഗുഡ് മോർണിംഗ് ഒരു ക്ലാസ് മൊത്തം ഇരിക്കാ പറയില്ലേ. അതെ, ഇതിലാദ്യം എനിക്കൊരു കാര്യം പറയണം കേട്ടോ. ഞാൻ ഓഡീഷൻ ഒന്നും വിപിനേട്ടൻ്റെ അടുത്ത് പോയിട്ടില്ലായിരുന്നു. പക്ഷെ ഒരു ദിവസം വിപിനേട്ടനായിട്ടുള്ള ചെറിയൊരു പരിചയത്തിന്റെ പുറത്ത് ഞാനങ്ങ് ചെന്നിട്ട് പറഞ്ഞു എനിക്ക് ഒരു അവസരം എന്ന് പറഞ്ഞപ്പോൾ ഒരു മടിയുമില്ല, അതൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണെന്നുള്ള പരിഗണനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പടത്തിൽ. അതിന് ഒരുപാട് ഒരുപാട് നന്ദി. നമുക്ക് എന്താണ് ചെയ്തത് എന്നുള്ളത് കുഞ്ചിയമ്മയ്ക്ക് ഒരു മകനുണ്ട്, 5ാമത്തെ മകൻ. അവനെ പറ്റി ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വരികയാണ്. ആ വിഷയത്തെ ന്യൂസ് അവറാക്കി കേരള രാഷ്ട്രീയ നേതാക്കൾ ചർച്ച ചെയ്യുന്നതാണ്. നമസ്കാരം, ന്യൂസ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ന്യൂസ് ഡിബേറ്റിൽ കുഞ്ചിയമ്മയുടെ 5ാമത്തെ മകൻ പഞ്ചാര കുഞ്ചു കഞ്ചാവ് വിൽപ്പനക്കാരനാണോ എന്നുള്ള വിഷയത്തിൽ രാഷ്ട്രീയ പ്രമുഖർ നമ്മോടൊപ്പം ചേരുന്നു. ആദ്യം എം സ്വരാജിലേക്ക് പോകുന്നു. എം സ്വരാജ്, പഞ്ചസാരയോടൊപ്പം ഇദ്ദേഹം കഞ്ചാവ് വിൽപ്പനയും കൂടി നടത്തിയിട്ടുണ്ടോ? എം സ്വരാജ്, നിങ്ങളൊരാളെ കുറിച്ചൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കണ്ടേ? കുഞ്ചു ഒരിക്കലും ഒരു പഞ്ചസാര വിൽപ്പനക്കാരൻ മാത്രമായിരുന്നില്ല, അദ്ദേഹം ഒരു 1ാം തരം അഭ്യാസിയായിരുന്നു. ആ നിലയിൽ അദ്ദേഹത്തിന് നിരവധി പേരുകളുണ്ടെന്നേ. പിന്നെ ഇദ്ദേഹം ഇതൊന്നും കഞ്ചാവ് അടിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യമായിരുന്നില്ല, അദ്ദേഹം ഇഞ്ചി കടിച്ചുകൊണ്ട് രസം കണ്ടെത്തിയാണ്. ഇദ്ദേഹം ഈ നിലയിൽ പോയിരുന്നെങ്കിൽ തുഞ്ചത്ത് എഴുത്തച്ഛൻ അവാർഡ് പോലും അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു എന്നുള്ളതാണ്. എനിക്ക് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ശ്രീ വി ഡി സതീശൻ, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ചെറുപ്പക്കാരനെ ഇങ്ങനെ പെടുത്തുന്നത്? കുഞ്ചു വഞ്ചിയുമായി പഞ്ചാബിൽ പോയി കഞ്ചാവ് കച്ചവടം നടത്തിയ കേസ് ഇവിടെ എല്ലാവർക്കും അറിഞ്ഞൂടെ? പിന്നെ ഇവർ 2ാമത്തെ കാര്യം പറയുന്ന കാര്യം എന്താ? ഇവർ പറയുന്നു ഇഞ്ചി കടിച്ചുകൊണ്ട് രസം കണ്ടെത്തി. ഇഞ്ചി കടിച്ചിട്ട് ഭൂമി മലയാളത്തിൽ ആർക്കെങ്കിലും രസം കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? മിഥുന് കിട്ടിയിട്ടുണ്ടോ? എന്തിന് ഈ കെ സുരേന്ദ്രന് പോലും കിട്ടിയിട്ടില്ലെന്നേ. അല്ല, എനിക്ക് രസം കിട്ടിയോ അല്ലേ എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. അല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കും, ഞാൻ കൃത്യമായൊരു തെളിവ് നിങ്ങൾക്ക് കൊണ്ടുവന്നു തന്നല്ലോ. കുഞ്ചുവിൻ്റെ അച്ഛൻ ആരാണെന്നുള്ള കാര്യം. നിങ്ങൾ എന്തുകൊണ്ട് അത് ചർച്ച ചെയ്യുന്നില്ല? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സമൂഹത്തിൽ മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞിട്ടുള്ള ഗോഡ് ഫാദർ ആണെന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള 500ാന്റെ 5ാമത്തെ പൊത്തനാണ് ഈ പഞ്ചാര കുഞ്ചു. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് കുഞ്ചുവിനെ അമ്മയും തറവാട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന് അദ്ദേഹം പറയട്ടെ. ആനപ്പാറ അച്ചാമ്മയ്ക്ക് കേസിൽ എന്താണ് പങ്ക് എന്നുള്ളത് കേരള പോലീസ് തെളിയിക്കട്ടെ. ഞാൻ ഒരു കാര്യം പറയുക, ഈ സുരേന്ദ്രൻ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഇവരീ പറഞ്ഞ ഈ കുഞ്ചു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ ഇവർ ഈ പിള്ളേരെ മുഴുവൻ കഞ്ചാവ് കൊടുത്ത് നശിപ്പിക്കുന്നവരാണെന്നേ. അയാളെയാണ് ഇവരിങ്ങനെ ഒരു കാര്യമില്ലാതെ ഇങ്ങനെ പൊക്കിപ്പറയുന്നത്. പിന്നെ ഒരു കാര്യം പറയാം, മര്യാദയ്ക്ക് അല്ലെങ്കിൽ തിരുവഞ്ചൂരെ നിങ്ങൾ വിവരം അറിയും. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കുഞ്ചുവിൻ്റെ പണി പഞ്ചാര വെക്കലല്ലേ. പഞ്ചാരയും കഞ്ചാവും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. പഞ്ചാരയിൽ ഇഞ്ചാവുണ്ട്, കഞ്ചാവിൽ ഇഞ്ചാവുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കഞ്ചാവിട്ട ചായയും പഞ്ചാര വടിയും എല്ലാവരും നിരോധിക്കണം. എനിക്ക് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദമാഷ് കൊച്ചിയിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ഗോവിന്ദമാഷ്, ഇവിടെ ഒരു മകൻ ഇങ്ങനെ വലിയ തോതിൽ ഇങ്ങനെ കഷ്ടപ്പെടുന്നു, ഒരു അമ്മയുടെ കണ്ണീരിങ്ങനെ വലിയ തോതിൽ കാണുന്നു. ഇത് കേരളത്തിന് ചേർന്നാണോ ശ്രീ ഗോവിന്ദമാഷ്? ഒരു തരത്തിലും ന്യായീകരിക്കാനാവാത്ത വല്ലാത്തൊരു പ്രശ്നമാണ്. ഒരു മകൻ ഇങ്ങനെ അമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുകയാണ്, യാതനയും വേദനയും അതെങ്ങനെ സഹിക്കുകയാണ്, ഒരു പോരാളിയെ പോലെ ഇങ്ങനെ നിലകൊള്ളുകയാണ്. ഈ നിലയിലുള്ള ഒരു കാര്യവും ഞങ്ങൾ അനുവദിക്കുന്നില്ല. മാത്രമല്ല, ഇദ്ദേഹത്തിന് അമ്മയ്ക്ക് വേണ്ടി നിരവധി സ്വർണ്ണങ്ങൾ കൊണ്ടുകൊടുക്കാമെന്നുള്ള ആക്രാന്തത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച നാടാണ്. ആ നാട്ടിൽ ഈ നിലയിലുള്ള പ്രവർത്തനങ്ങൾ വെച്ചുപൊറുപ്പില്ലാതെ ഒരിക്കൽ കൂടി പറയുകയാണ്. കേരളത്തിന്റെ മോഡൽ അതാണ്. കേരളത്തിൽ പലയിടത്തായി വെടിക്കെട്ട് ദുരന്തം സംഭവിച്ചിരിക്കുന്നു. വെടിക്കെട്ട് തുറന്നല്ലേ എന്റെ പിള്ളേരുടെ സിനിമയിറങ്ങുന്ന കാര്യമാണ് വെടിക്കെട്ട്. ക്ഷമിക്കണം ശ്രീ PC ജോർജ്, മലയാളിയുടെ ഹൃദയത്തിലേക്ക് വെടിക്കെട്ടിന് 1000 പൂത്തിരികൾ സമ്മാനിച്ചുകൊണ്ട് വെടിക്കെട്ട് എന്ന് പറയുന്ന ഒരു മനോഹരമായ ചിത്രം ഒരുങ്ങുന്നു. ആ ചിത്രത്തിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ചുവിനും അമ്മയ്ക്കും ഫ്രീ ടിക്കറ്റ് കൊടുക്കുമെന്നുള്ള വിശ്വാസത്തിൽ ന്യൂസ് അവസാനിക്കുന്നു. താങ്ക് യു. പഞ്ചാര കുഞ്ചു എന്ന് പറയുന്നത് നമ്മൾ ആകെ ഒരു തവണ മറ്റേ ഒരു കുഞ്ചിയമ്മയ്ക്ക് മക്കളാണ് എന്ന് പറയുന്ന ആ ഒരു സാങ്കല്പികമായിട്ടൊരു റൈമിൽ മാത്രം കേട്ടിട്ടുള്ളൂ. ഇത്രയൊക്കെ പുള്ളിയെ വെച്ച് ചെയ്യാൻ പറ്റുന്നുള്ളത് കേരളത്തിൽ ഒരിക്കലും പരിഹരിക്കപ്പെടാതെ പോകുന്ന ഒരു ചർച്ചയാണ് ഈ സന്ധ്യാ ചർച്ച എന്ന് പറയുന്നത്. പക്ഷേ ഈ വിപിന്റെ ഈ സന്ധ്യാ ചർച്ച കൊണ്ട് ഒരുപാട് പേരുടെ ആയുസ് നീട്ടിക്കിട്ടും എന്നുള്ളതാണ് ഒരു ഗുണം. കാരണം അത് വളരെ സെൻസിബിളായിട്ട് ഈ സന്ധ്യാ ചർച്ചകളും പത്രവും കൃത്യമായിട്ട് വായിക്കുന്നവർക്ക് ഇത് പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു ജനറൽ നോളജ് ഉണ്ട്. അതിനോടൊപ്പം സറ്റയർ എന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ സെൻസിബിളായിട്ട് ഹ്യൂമർ പറയാനുള്ള കഴിവും കൂടി. സ്വന്തം സ്ക്രിപ്റ്റ് അല്ലത്. ഒരു ആർട്ടിസ്റ്റ് എങ്ങനെ ആവണം എന്നുള്ളതിന്റെ ഉദാഹരണമായിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റും. സൂപ്പർ. ഇവനെ നമ്മളൊരു സിനിമയാണെങ്കിലും അത് എന്തൊക്കെയായാലും എൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് നന്നായാലേ സിനിമ വിജയിക്കുള്ളൂ പറയും. നിങ്ങളുടെ ഏറ്റവും വലിയ കാര്യം നിങ്ങളിവിടെ ചെയ്യുന്ന വൺ മാൻ ഷോയിലൊക്കെ സ്ക്രിപ്റ്റ് അടിപൊളിയാണ്, അതിലുപരി ക്ലൈമാക്സ് കിട്ടില്ല.
പിന്നെ ഇത്രയും മോഡുലേഷൻ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിനെ ഞാൻ കണ്ടിട്ടില്ല. കാര്യം അത് പതുങ്ങി പറയേണ്ടടുത്ത് പറയും, അത് സ്പീഡാക്കേണ്ടടുത്ത് സ്പീഡാക്കുക. പിന്നെ നമ്മൾ കേൾക്കാത്ത കുറേ രാഷ്ട്രീയ നേതാക്കളെ ഇതിൽ ആഡ് ചെയ്തു എന്നുള്ള വി ഡി സതീശൻ സാറിനൊന്നും ഇവിടെ അധികം അവർ അനുകരിച്ചിട്ടില്ല എന്നുള്ള. ഇനിയുള്ള ഒരു മിമിക്രിയുടെ കാലഘട്ടം ആശയത്തിനാണ് ഏറ്റവും അധികം മൂല്യമുള്ളത് എന്ന് തെളിയിക്കുന്ന നിങ്ങളെപ്പോലുള്ള കലാകാരന്മാരാണ്. നമ്മൾ അതിശയിപ്പിക്കുന്നത് ഇവിടെ മിമിക്രി കോമ്പറ്റീഷന് വന്ന ആൾക്കാർ, ട്രോള് മേടിച്ച് പോകുന്ന ആൾക്കാർ 2 ആഴ്ച കൊണ്ട് അല്ലെ 14 ദിവസം കൊണ്ട് 14 സ്റ്റാറുകളാണ് പിന്നെ അതിവിടെ ചെയ്യുന്നത്. അപ്പോൾ അത് അവരുടെ ഒരു എന്താ പറയുക ഊർജ്ജമാണ്. ആ ഊർജ്ജമാണ് നമ്മുടെ ഉത്സവത്തിന്റെ വിജയം. കീപ് ഇറ്റ് അപ്പ്. അടിപൊളി. സൂപ്പർ. വിപിൻ, വിപിനുള്ളൂരിനെ എനിക്കറിയാവുന്നത് ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക്ക്ഡൌൺ ടൈം ക്ലബ് ഹൗസ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ മിമിക്രി രക്തത്തിൽ അലിഞ്ഞവർന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് രാജേഷ് കടവന്ത്ര വഴി ഞാനാണ് പേരിട്ടത്. പക്ഷെ രാജേഷ് കടവന്ത്രയും വിപിനുള്ളൂരും ആയിരുന്നു അതിൽക്കൊണ്ട്. അതിൽ ഏറ്റവും ഞെട്ടിക്കണ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-6 മണിക്കൂറൊക്കെ നികേഷ് കുമാറിനെ വെച്ചുകൊണ്ട് തന്നെ ഉള്ളൂർ പ്രോഗ്രാം ചെയ്യുമായിരുന്നു. കൊറോണ ടൈമിൽ വേറെ പണിയൊന്നുമില്ലോ. ഇല്ല, എന്നാലും ചേട്ടൻ ചെയ്യാൻ പറ്റില്ല. പണിയില്ലാത്തവർക്കുള്ള പണിയല്ല, അത് ചെയ്യാനുള്ള ഒരു ഡെഡിക്കേഷൻ. 6 മണിക്കൂറൊക്കെ നിന്ന് കണ്ടിന്യൂസ് ചെയ്യാണ്. അത്രയും വിപിനേട്ടൻ പങ്കെടുക്കാറുണ്ടായിരുന്നു അല്ലേ? ഞാനും പങ്കെടുക്കാറുണ്ടായിരുന്നു. അതിൽ കണ്ടിട്ടാണ് ഇയാളെ അറിയാവുന്നത്. അപ്പോഴാണ് പുള്ളി ഷൂട്ടിന്റെ ഇടയിൽ വന്ന് ഇങ്ങനെ പറഞ്ഞത്. അങ്ങനെയാണ് നമ്മുടെ പടത്തിലൊരു സംഭവം. സൂപ്പർ. പക്ഷേ പറഞ്ഞ കൂട്ടത്തിൽ ഒരു പേരും കൂടി പറഞ്ഞു, രാജേഷ് കടവന്ത്ര. യെസ്. ഒരുപക്ഷെ നിങ്ങളെല്ലാരും ഇവിടെ മുമ്പിലോട്ട് ആൾക്കാരെ വന്ന് പ്രസന്റ് ചെയ്യണതേ കാണാറുള്ളൂ. പക്ഷെ അതിന്റെ പുറകിൽ ഒരു ഗ്രൂമിംഗ് ഉണ്ട്. അതിന്റെ പുറകിൽ അവർക്ക് കോൺഫിഡൻസ് കൊടുത്ത് അവരെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഫ്ലവേഴ്സിൽ കോമഡി ഉത്സവത്തിന് വേണ്ടി ഇപ്പൊ വർക്ക് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ സ്വന്തം രാജേഷ് കടവന്ത്ര. രാജേഷ് കടവന്ത്ര. ഇവനെ രാജേഷിന്റെ പേര് പുതിയ മന്ത്രമൊക്കെ ആയി പറഞ്ഞ അതാണ് ആബ്രകടാബ്ര രാജേഷ് കടവന്ത്ര. അതിനേക്കുള്ള ആൾക്കാർ വന്ന് പറയണത് മനസ്സിലായില്ലേ? പക്ഷേ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും അറിയേണ്ടത്, ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ചേർത്ത് പിടിക്കാനും നമുക്ക് കോൺഫിഡൻസ് കൊടുക്കാനും ഒക്കെ പറ്റും. പക്ഷെ അവർ അവിടെ നിന്ന് ഇതുവരെ എത്തണം എന്നുണ്ടെങ്കിൽ അവരെ ട്രെയിൻ ചെയ്ത് ഗ്രൂം ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ടീമുണ്ട്. ആ ടീമിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ രാജേഷ് കടവന്ത്ര. അപ്പൊ രാജേഷ് ഈ പടത്തില് ഡാൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല സ്ക്രീൻ പ്രസൻസ്. ഷാഫി സാറ് ആ പാട്ട് കണ്ടിട്ട് എന്നെ ആദ്യം വിളിച്ചു കഴിഞ്ഞിട്ട് സംസാരിച്ചത് ആരാണ് ആ താടിക്കാരൻ? നിന്നെ കണ്ടിട്ടാണ് പറഞ്ഞത്. നമ്മളൊരു ടീമാണ്, ഞങ്ങൾ കുറെ വർഷങ്ങളായിട്ടുള്ള. ഞാൻ പറഞ്ഞ ഇമോഷണൽ. രാജേഷ് കടവന്ത്രയെ കുറിച്ച് ഒരു വാക്ക് എനിക്ക് പറയണം. കാരണം എവിടെയും പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരു കുറച്ച് ആൾക്കാരുള്ളൂ. കാരണം വർഷങ്ങളായിട്ട് അവന്റെ 100% ഡെഡിക്കേഷനിൽ ഉണ്ടാവുന്നതാണ്. നമ്മള് രാജേഷ് കടവന്ത്രനെ അത് ഏൽപ്പിച്ച ഓക്കെ ആയിരിക്കും എന്ന് പറയണമെങ്കിൽ അത് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാവുന്നതല്ല. അത് എല്ലാവർക്കും ഒരു മാതൃകയാക്കേണ്ടതാണ്. കാരണം നമ്മൾ എന്ത് ജോലി ചെയ്താലും അത് തിരിച്ചേട്ടൻ പറയുമ്പോൾ ഞാൻ വൗച്ച് ചെയ്തും കൂടി പറയാം. ഞാൻ രാജേഷ് കടവന്ത്രയെ കാണുന്നത് നമ്മളിപ്പോ ഈ സീസണിലാണ് അല്ലേ? പക്ഷെ എത്രയോ നാളായിട്ട് നമ്മുടെ പലപ്പോഴുള്ള കോൺവെർസേഷൻസിലല്ല ഈ പേര് കടന്നു വന്നിട്ടുണ്ട്. മാട കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ എന്താന്ന് പറഞ്ഞാല് നമ്മൾ എന്ത് ചെറിയ ജോലിയാണ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100% ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ബിബിൻ ഇവിടെ 100% ഡെഡിക്കേറ്റ് ചെയ്തിട്ട് പെർഫോം ചെയ്യുന്നത്. അതാണ് അതിന്റെ ഒരു വിജയം എന്ന് പറയുന്നത്. അല്ല, രാജേഷ് ഭായിയെ കുറിച്ച് ഒരു കാര്യം കൂടി പറയണോ? അന്നത്തെ ആ മിമിക്രി രക്തത്തിൽ അലിഞ്ഞവരിലുള്ള ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ആളുകളാണ് ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ പെർഫോമൻസ്. ഒരുവിധ ആൾക്കാരൊക്കെ ഇപ്പോൾ വരുന്നത്. പക്ഷെ എനിക്കൊന്നും അറിയാൻ പാടില്ല. ഇനിയിപ്പോ കൊയ്യാറായി താടിയേ. അല്ല, അത് അല്ല സിനിമ ഇറങ്ങിയിട്ട് വെട്ടാന്ന് വിചാരിച്ചാണ്. അപ്പൊ സിനിമ ഇറങ്ങണം പറഞ്ഞാണ് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ സിനിമ ഇറങ്ങിയിട്ട് തിയേറ്റർ വഴി നടക്കുമ്പോൾ ആൾക്കാർ തിരിച്ചറിയേണ്ട കേട്ടോ ഈ താടി പോയത്. സത്യം. വിപിൻ, താങ്ക് യു വിപിൻ. നമുക്ക് സ്റ്റേജ് പുള്ളിക്ക് ഒന്ന് കൊടുത്തേക്കാം കേട്ടോ. ഗംഭീരമായിട്ട് ചെയ്ത വിപിൻ ഒരു ഉഗ്രം കഴിയും. ഓക്കെ, ആരാണ്? ഞാൻ ദുൽഖറിന്റെ ശബ്ദം. ദുൽഖറിന്റെ സൗണ്ട്. ഓക്കെ. तेरी आंखों की कसम में छुपा था और दिल की कसम में वो दरिया में ഇങ്ങനെ താമസിക്കുന്ന പോരല്ലേ പണ്ട് താമസിച്ചൊരു പാവഞ്ചനെ നിങ്ങൾ ബേജാറാവല്ലേ ടെസ്റ്റിനോട് പോരും കാണും ചെയ്യും കണ്ടില്ലേ വരാൻ പറയും ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഞാനും ഉണ്ടാവും. സൂപ്പർ. അങ്ങനെയാണ് ഇവനെ ഫോട്ടോ വേണം. ഒരു കാര്യം കൂടി ചെയ്യണം. നമ്മുടെ അമ്മയുടെ ഷോയില് ബോച്ചയുടെ ശബ്ദം കൊടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ആൾക്കാർ അന്വേഷിച്ചിട്ടുണ്ട്. ബോച്ചെ സുധീർ കരമേണ കഥാപാത്രം ചെയ്തത്. ആ ബോച്ചയുടെ ഡയലോഗ് ഒന്ന് പറയും. എനിക്ക് ഓർമ്മയില്ല, എന്നാലും ഞാൻ ജസ്റ്റ് രണ്ടുപേരും എന്തായാലും പറഞ്ഞാൽ മതി. ജീവിതത്തിൽ പലപ്പോഴും പല മേഖലകളിലൂടെ നടക്കുമ്പോ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് ബോബി ഇങ്ങനെ നടക്കുന്നു എന്നുള്ളത്. ജീവിതത്തിൽ കുറച്ച് നാൾ ഞാൻ സിഗരറ്റ് വലിച്ചു, അതിൽ രസം കണ്ടില്ല. കുറച്ച് നാള് ഗേൾ ഫ്രണ്ട്സിന്റെ പുറകെ നടന്നു, അതിൽ രസം കണ്ടില്ല. ഞാൻ ജീവിതത്തിൽ അവസാനം കല്യാണം കഴിച്ചു, കുറച്ച് രസങ്ങളൊക്കെ വന്നു. Conquer the world with love. Love you everybody. അന്തരീക്ഷാനവസ്ഥ നമുക്ക് മാത്രം ബില്ല്, ഇവർക്കൊന്നും ബില്ലില്ലേ? ഞങ്ങൾ ആളുകള് സുനാമി വന്ന് പട്ടിണി കിടന്ന് ചാകാൻ കിടക്കുമ്പോ നിന്റെ കുറച്ച് നമ്മളിവിടെ നടത്തിക്കൂല.
താങ്ക് യു. നമ്മുടെ ഉത്സവത്തിന്റെ പേര് മാറ്റി വിളിക്കണം. YG പ്രസൻസ് വെടിക്കെട്ട് കോമഡി ഉത്സവം എന്നാണ്. ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷമുണ്ടെങ്കിൽ ഇത് എൻ്റെ ഫാമിലിയാണ്. കോമഡി ഉത്സവം നമ്മളെല്ലാവരും ഫാമിലി. എൻ്റെ അടുത്ത ഫാമിലി എന്ന് പറയുന്നത് ഞങ്ങളുടെ മനസ്സും വെടിക്കെട്ട് ഫാമിലി. അപ്പോൾ രണ്ട് ഫാമിലി ഒരുമിച്ച് നിൽക്കുമ്പോൾ ഈ ഒരു മൊമെന്റ് എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത മൊമെന്റ് ആണ്. രാജേഷ് കടവന്ത്രയുടെ കുടുംബ സംഗമമാണ് ഇപ്പൊ നടന്നോട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് ഇങ്ങനെ ഒരാളെ ഇവിടോട്ട് കൊണ്ടുവന്നതിന്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.